ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കളിക്കുന്നത് മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റിൽ ഞാൻ കുറച്ചൊക്കെ സെറ്റിംഗ് മാറ്റി. ഏട്ടൻ്റെ ഫോണിലാണ് ഏട്ടൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് ഇത്. നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നെതർ ഗെയിംസ് ആണ്. ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നെതർ ഗെയിംസ് ഇല്ല നമ്മൾ കളിച്ച്. അപ്പോൾ ഇത് നെതർ ഗെയിംസ് ആണ്. പിന്നെ കുറച്ചൊക്കെ ഒന്ന് മാറിയതാണ് ഇത്. ഇരിക്കുന്ന എന്താണ് പുതിയ സീസൺ എന്തൊക്കെയോ വന്നെന്നും പറഞ്ഞ് ഇതൊക്കെ മാറി. അപ്പോൾ നേരെ നമ്മളുടെ വീഡിയോയിലിട്ട് കിടക്കാം. ഇവിടെ ബ്രിഡ്ജ് ഉണ്ടോ നോക്കാം. ബ്രിഡ്ജ് കളിക്കാമല്ലേ? കുറച്ചൊന്ന് ബ്രിഡ്ജ് കളിക്കാം. അതും പക്ഷെ ഒരു ചലഞ്ച് ഉണ്ട്. ഞാനൊരു ചലഞ്ച് എടുത്ത് ഇന്ന് നമ്മൾ കളിക്കുന്ന എല്ലാ ബ്രിഡ്ജിലും അപ്പം നിങ്ങൾക്ക് ഓടുന്ന ഇത് മറ്റേ സ്കിന്നില്ലേ? ആരെയും വെമ്പുവോ? ആരും വെമ്പു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സെറ്റിംഗ് മാറ്റിയോണ്ട് നിങ്ങൾക്ക് ഓടാന്ന് കാണുന്നത്. ഇനി ജാവേൻ്റെ ബ്രിഡ്ജിങ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് പറ്റുള്ളൂ. അവിടെ പോടാ അപ്പോഴത്തേക്കും ചാടി. നമുക്ക് ഓൻ്റെ ചാടണം. നമ്മുടെ കയ്യിലുള്ള ബ്ലോക്കൊക്കെ നിർത്തിയിട്ടുണ്ട്. ഓനൊക്കെ ഒന്ന് സെറ്റിംഗ് ഉണ്ടല്ലോ. ഞാൻ ഓടുകയാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് കുഴപ്പം. പെട്ടെന്ന് കേട്ടെ. അവിടെ FOV എത്ര ഇരുന്നോട്ടെ. വ്യൂ ബോബിങ് ഇരുന്നോട്ടെ. നമുക്ക് ഒരിടയിൽ ചാടണം. ഇനി കുറച്ചൊക്കെ ഒന്ന് ബുദ്ധി പ്രയോഗിക്കണം. ഭയങ്കര നന്നായിട്ട് കളിക്കും. നമുക്ക് ജാവൻ്റെ ബ്രിഡ്ജ് ഒന്നും വേണ്ട. നമുക്ക് നിങ്ങളുടെ കാര്യം എടുക്കാം. ഇങ്ങനെ ഞാൻ ചത്ത്. അത് മറ്റേ ഗെയിം പ്ലേ എല്ലാം മറ്റേ ഇല്ല. ഞാൻ ചത്ത്. ഇനിയൊന്ന് കുറച്ചൊക്കെ ഒന്ന് സെറ്റിംഗ് മാറ്റാം. ഞാൻ പെട്ടെന്ന് പോട്ടെ വീഡിയോയിൽ. FOV അൾട്ടേർഡ് ബൈ ഗെയിം പ്ലേ. ഞാൻ വേറെ എന്തോ സാധനം ഓണാക്കിയിട്ട് ഈ വ്യൂ ബോബിങ് ഞാൻ സ്വന്തം മാറ്റി. വ്യൂ ബോബിങ് ആവശ്യമില്ല. എനിക്കത്ര ഇഷ്ടമല്ല. പിന്നെ FOV അൾട്ടേർഡ് ബൈ ദ ഗെയിം പ്ലേ അതിരുന്നോ. ഡാമേജ് ഇട്ട് അത് വേണ്ട. ഡാമേജ് ഇട്ടൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലെജൻഡ് ഈ സ്ഥലത്ത് ഒരു ലെജൻഡ് ഉണ്ട്. എൻ്റെ കയ്യിൽ എൻ്റെ സ്കിന്നില്ലെങ്കിലും എന്താണ് ഇത് ഏട്ടൻ്റെ ഫോണായതുകൊണ്ട് എൻ്റെ കയ്യിൽ മറ്റേ സാധനമൊന്നും ഇല്ലാത്ത. ഇനി അതാ ഓടുന്ന ഓടുന്ന വന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയുന്നുണ്ട് നമ്മൾ ഓടുന്നുണ്ടോന്ന്. കണ്ടോ FOV ഇങ്ങനെ കൂടുന്നുണ്ടോ? നോ സ്കോർ ബ്രോ. ഓക്കെ PvP ഓൺലി. വാട PvP ഇല്ലെന്ന്. നല്ല പ്ലെയർ ആട്ടോ. ഞാൻ അപ്പോഴത്തേക്കും എത്ത്. നല്ല പ്ലെയർ ആണ്. ചാടാൻ പോകണം. ഞാൻ വന്നു.
ഗൈസ് കുറേ ദിവസമായിട്ട് ഞാൻ കീബോർഡ് മൗസ് എടുത്ത് ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് തോന്നുന്നത് ഗെയിം പ്ലേ ഒക്കെ പോയി. പക്ഷെ അത്രയ്ക്കും പോയിട്ട് ഓ ഗൈസ് ബ്ലോക്ക് ഇട്ടായിരുന്നു. അതായിട്ട് വയ്ക്കോ ഈ സോനും അയ്യോ കയ്യൂന്ന് ഗൈസ്. നോക്കാം കൊല്ലാം. ഗൈസ് പോയിക്കോ. നോ സ്കോറാണ്, അതുകൊണ്ട് നമ്മൾ സ്കോർ ചെയ്യുന്നില്ല. നമ്മൾ ഫെയർ പ്ലെയർ ആണ്. എന്തായാലും പറഞ്ഞല്ലേ ഞാൻ കുറേ ദിവസമായിട്ട് കളിച്ചില്ല, അതുകൊണ്ടാണ്. ഏതൊക്കെ വാക്കുകളാണ് ഈ പറയുന്നത്? അത് സീനായിരുന്നു കേട്ടോ, അത് സീനായിരുന്നു. ഞാൻ ബട്ടർഫ്ലൈ ക്ലിക്ക് എടുക്കുക. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണ്ടാവും. കുറച്ച് നേരം നിങ്ങൾ എൻജോയ് ചെയ്യും. പുറത്തുനിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ മൗസിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും കേൾക്കാം. ക്ലച്ചൊക്കെ ചെയ്യാൻ ഏകദേശം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഗൈസ് ഞാൻ വിചാരിച്ചതാവുന്നില്ല അവിടെ. വിചാരിച്ച പോലെ ഉണ്ടായിരിക്കും. അതെങ്ങനെ അങ്ങനെയാണ് പറ്റി. ഇനി അങ്ങോട്ട് നീ കയറില്ല. ഞാൻ കൈ വെച്ചോനെ തള്ളിയിട്ടാലോ എന്ന് വിചാരിക്കാം. ഞാൻ തള്ളിയിടുന്നു. വേണ്ട ഗൈസും നല്ല കളിക്കുന്നുണ്ട്. സീനാട്ടാ ജിറ്റർ ക്ലിക്കാണ് എന്തോ ബട്ടർഫ്ലൈ ക്ലിക്കോ ജിറ്റർ ക്ലിക്കോ അങ്ങനെ എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ആ ജിറ്റർ ക്ലിക്ക് ചെയ്യാൻ പോയി. ഞാൻ പോയി ഗൈസ്. നമുക്ക് പോക്കറ്റ് എഡിഷൻ്റെ ഒന്ന് ചെയ്യാം ഗൈസ്. ഞാൻ ചത്തു. സാധനം ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഇത് നേരെ ഞാൻ എഫിലോട്ട് വെച്ചാൽ
നേരെ ഞാൻ ചാടും. എൻ്റെ എപ്പോഴും അയ്യോ ഞാൻ ഇങ്ങനെ ചാടും. എന്നിട്ട് എപ്പോഴും എനിക്ക് അതൊന്നും വേണ്ട. ഒന്ന് ഡിസ്കണക്ട് ചെയ്യ്. നമുക്ക് വേണ്ട ഈ അടുത്ത നമുക്ക് വെറും ബീപ്പ് കളിക്കാം. അതിൽ കുറച്ചും കൂടി സീനും പ്രോ പ്ലെയറൊക്കെ ഉണ്ട്. ടെലിപ്പോർട്ടറൊക്കെ ഇനി ഡുവൽസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോളോ കളിക്കാം, പിന്നെ നമുക്ക് ഡബിൾ കളിക്കാം. ഫസ്റ്റ് 2 സോളോ കളിക്കാം. മോഡ് ഞാൻ മറ്റേതായി ഇപ്പോൾ ചെയ്ത് എടുക്കട്ടെ. ഇനി ഇത് പോയിട്ട് നോർമൽ മോഡാണ് എനിക്കിഷ്ടം. നോർമൽ മോഡ് എടുക്കാം. തുടങ്ങുക. അങ്ങനെ 2 ആർട്ടും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം എന്തോ പർപ്പിൾ കളറാ. ഞാൻ റീൽ ഇട്ടിരുന്നു കാണാം. എനിക്ക് 2 സബ്സ്ക്രൈബറും കൂടി. ഇനി ബിൽഡിംഗ് വെച്ച് കളിക്കാം. ഇതിന് ഗോൾഡൻ ആപ്പിൾ കളിക്കണ്ടേ. എന്തെന്നാ ഈ പ്രാവശ്യം മോഡ് ഇൻസൈൻ മോഡ് എടുക്കാം. ഇൻസൈൻ മോഡ് എങ്ങനെ ആയിരിക്കും നോക്കാം. ഗാർഡനാണ് ഈ ഇൻസൈൻ മോഡ്. നല്ല കളിക്കണ്ട. എന്നാൽ നമുക്ക് സർവർ മാറ്റാം കുറച്ച് നേരത്തേക്ക്. അല്ലെങ്കിൽ വേണ്ട, ഇനിയും കളിക്കാണ്ട്. നമുക്ക് ഇനി ഡബിളൊക്കെ കളിക്കാണ്ട്. പോയി ഡബിൾ എടുക്കട്ടെ. ഡബിൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഓവർ പവർഡ് ഇല്ലേ, സ്നോ ഡീബഫ് മോഡില്ലേ, അതാണ്. സ്നോ ഡീബഫിൽ കുറേ തീയും ഉണ്ടാവും. നമ്മുടെ ടീം ഏതാ? നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ടീം ആയിരിക്കും. ഇതേതാ? റെഡ്. അവിടെ റെഡായി. നമുക്ക് നീലനെ തോന്നിക്കാം. ഭാഗ്യസിന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് പുതിയ തുടങ്ങാം. ഇപ്പോൾ വേറെ ആൾക്കാരൊക്കെ വരും. ഗൈസ് ആരും വന്നില്ല. നാഗേസിന് സർവർ നമുക്ക് മാറ്റാം. ഇതിൽ സെറ്റിംഗ് ഇല്ലേ സർവർ. ഇനി നമുക്ക് സർവർ ഇനി MC ഫ്ലീറ്റ് കയറാം. MC ഫ്ലീറ്റ് അതിനേക്കാളും സീനായിരിക്കും. ഗൈസ് ഇത് കുറേ നേരം എടുക്കുന്നുണ്ട്. ഇനി MC ഫ്ലീറ്റ് കയറാം. ഇവിടെ എൻ്റെ പേരൊക്കെ കുറേ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് MC ഫ്ലീറ്റ് കയറാം. ഇത് ക്ലാഷ് SMP ആണ്. വേറെ പേരൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ക്ലാഷ് SMP അല്ല, ക്ലാഷ് SMP ഇല്ല, വെർസൈ. MC ഫ്ലീറ്റ് ഏതാ? ഓൻ്റെ ആന്ന് പറഞ്ഞാണ് ഓൻ്റെ MC ഫ്ലീറ്റ്. MC ഫ്ലീറ്റ് ലൊക്കേറ്റിംഗ് സർവർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഭയങ്കര ലാഗാണ്. നല്ല പ്രോ പ്ലെയറൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ് എൻ്റെ ഗെയിം പ്ലേ എത്ര ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ഗൈസ് തുടങ്ങുന്നുണ്ട്.
ഞാൻ വീണ്. ആ ചെറിയ കൊട്ടങ്ങളാണ്. ഇതെന്താ ഞാൻ ഇളകി കളിക്കുന്നത്? ഇനി കുറേ നേരം വെയിറ്റ് ചെയ്താലേ ചിലപ്പോൾ ആവുള്ളൂ. ലോബി സെലക്ടർ, ലോബിയില്ല, സർവർ സെലക്ടർ. ഇത് പോയിട്ട് PvP എടുക്കാം ഗൈസ്. ഞാൻ എത്തി. ഞാൻ ഇപ്പോൾ PvPയിലാണ്. നമുക്ക് ഇഷ്ടമുള്ള PvP എടുക്കാം ഗൈസ്. നെതറൈറ്റ് പോർട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഞാൻ മേസ് PvP എടുക്കാം ഗൈസ്. മേസ് PvP അത് പിന്നെ സീനായിരിക്കും. മേസ് കിറ്റ് ലൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മേസ് PvP എടുക്കാം. അതില്ല, ഇത് ഇവിടെ ഇരിക്കും. ക്രിസ്റ്റൽ PvP ഇപ്പോൾ വരുന്നുള്ളൂ തോന്നുന്നു. ഇത് വേറെ ഒരു എന്താണ് ഗെയിമർ ഫ്ലീറ്റ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാക്കിയത് ഈ സെർവർ. ഭയങ്കര ലാഗ്. എത്തിയില്ല. ഇതെപ്പോൾ കയറും മേസ് നേരെ എടുത്തിട്ട് നേരെ എടുത്തിട്ട്